ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ് രജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗിവ് അവേയുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതാണ് കേട്ടോ മോഡല്. ഇത് നമ്മുടെ താമരശ്ശേരിയുള്ളൊരു എൻ്റെ ഒരു ഡീപ്പ് കസ്റ്റമർ ഉണ്ട്, അഫ്സത്ത്. അവളെ സിസ്റ്ററെ മോൾക്കാട്ടോ, മഞ്ചേരിയിലുള്ള പുതിയ കസ്റ്റമറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രോക്ക് അടിച്ചു കൊടുത്തില്ലായിരുന്നു, ഒരു അടിപൊളി ഫ്രോക്ക് 2 കുട്ടികൾക്ക്. അതിലൊരു മോൾക്കാണ് അന്ന് തയ്ച്ചു കൊടുത്ത അതേ ടീമിന് തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇട്ടത്. ഫൈനലി ഇതാണ് ലുക്ക്. അപ്പോൾ ഓണത്തിനേക്ക് അടിപൊളി ഒരു സ്കേർട്ടും ടോപ്പും. അതിൻ്റെ ബാക്ക് വശാട്ടോ ഇത്. ശരിയായ വീഡിയോ ഒന്നും ഇന്ന് എനിക്ക് കിട്ടിയില്ല. അടുത്ത മോഡൽ ഇതാണ് കേട്ടോ. ഇത് മഞ്ചേരിയിലെ ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് ചെയ്തതുണ്ട്. 2 ക്ലോത്ത് ആയിരുന്നു കൊടുത്തയച്ച്, പിന്നെ ഒരു ഷോളും. അത് ഒന്ന് പാൻറ്റും ഒന്ന് ടോപ്പും ഒന്ന് ഷോളും അങ്ങനെയായിരുന്നു അവൾ തയ്ക്കാൻ വിചാരിച്ചിരുന്നു. പിന്നെ അവളൊരു മോഡൽ അയച്ചിരുന്നു, അതിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ആ സെയിം മോഡൽ അതേപോലെ ചെയ്തു. പിന്നെ ഷോളിൽ ഇതുമായിട്ട് ഒരു ടച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഷോളിൽ നമ്മൾ കട്ട് വർക്കും കൊടുത്തു കേട്ടോ. കണ്ടോ, ഷോളിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഷോർട്സിൽ കാണാം. അടുത്തത് ഞാൻ അവൾക്ക് തന്നെയാണ് ഒരു ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. അത് ഹാൻഡ് വർക്കും കൂടി ചെയ്യാനുള്ള ഒരു ചന്തേരി സിൽക്കില്ല, അതിലാണ്. നല്ല ഒറിജിനൽ ചന്തേരി സിൽക്കാണ് കേട്ടോ. അപ്പോൾ അതും അവളൊരു മോഡൽ തന്നിരുന്നു. ആ മോഡൽ കറക്റ്റ് സെയിം ആ മോഡൽ തന്നെ ചെയ്തിട്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. കാരണം വേറെയും എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു അർജൻറ്റായിട്ട് 2 ഫ്രോക്ക് ചെയ്യേണ്ടിയിരുന്നു. അതൊക്കെ കാരണം നല്ല തിരക്കായിരുന്നു. ഈ ഒരു 15-ാം തീയതി വരെ ഭയങ്കര ബിസി ആയത് കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഫോട്ടോസ് ഒന്നും വർക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം എടുത്തു തരാൻ റമീസും ബിസിയാണ്. റമീസിന് ക്ലാസ് നൈറ്റ് 1-ാം ക്ലാസ്, പഠനം 10-ാം ക്ലാസ് ആയതുകൊണ്ടേ അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ ലുക്ക്. നല്ല ലെങ്തിയാണ്. കയ്യിൽ അതേമാതിരി ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് 3 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് 2 ഫ്ലവർ, പിന്നെ ഷോള് ഇങ്ങനെ സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടോ. ഇതായിരുന്നു കേട്ടോ കസ്റ്റമർ തന്ന ഫോട്ടോ. ഇത് തന്നെ സെയിം ചെയ്യാൻ പറ്റിയിട്ടോ. അടുത്തത് എൻ്റെ പഴയ കസ്റ്റമർ തന്നെയാണ്. കോരങ്ങാട്, താമരശ്ശേരി കോരങ്ങാടുള്ള കെൻസമോൾക്കും അവളെ ഉമ്മച്ചിക്കൊക്കെയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ അവിടെ പോയിട്ട് മെഷർമെൻ്റൊക്കെ എടുത്ത്, ഞാൻ താമരശ്ശേരി പോയപ്പോൾ മെഷർമെൻ്റൊക്കെ എടുത്ത് വന്നു. അത് മൂത്ത മോളതും ഇത് ചെറിയ മോളതുമാണ് കേട്ടോ. അവർക്ക് ബോയും ഷോളും എല്ലാം ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കെൻസയുടെ ഉമ്മയുടെ ഷോളാണ് കേട്ടോ. സ്കാലപ്പ് ചെയ്തതിന് ശേഷം അതിൽ സ്റ്റോൺ സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനിയും കുറേ മോഡൽ വരാനുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇതിലിട്ടാൽ ടൈം ഒരുപാടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ച് ഇടാത്തത് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഫ്രോക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. സ്കാലപ്പ് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെറ്റായി വരുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഡ്രസ്സും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നപ്പോൾ അവരൊരു മോഡൽ തന്നിരുന്നു. അത് സെയിം അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തത്. ഇത് സ്കാലപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ടെറസിൻ്റെ മുകളിലൊക്കെ പോയിട്ട് സ്ലോ മോഷനൊക്കെ ആക്കി എടുത്ത് സെറ്റാക്കി നോക്കുകയാണ് ഞാനും റമീസും കൂടെ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥ ലുക്ക്. ആ ഫ്രോക്ക് ഫുൾ സ്ലീവ് ഫുൾ ലെങ്ത്തിൽ ഫ്രില്ലഡ് ഫ്രോക്കാണ് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതായിരുന്നു കേട്ടോ അവർ തന്ന മോഡൽ. ഞാൻ ഷോളിന് ലേസ് കൊടുത്തില്ല, പകരം സ്കാലപ്പ് ചെയ്ത്. അടുത്തത് നമ്മുടെ ഗിവ് അവേ ഡ്രസ്സ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഗിവ് അവേക്ക് വേണ്ടി ചെയ്ത ഡ്രസ്സ്. ഗിവ് അവേക്ക് വേറൊരു മോഡലായിരുന്നു ഞാൻ അതിൽ ഗിവ് അവേയുടെ ഇതിൽ കാണിച്ചിരുന്നത്. പക്ഷേ അത് മോഡൽ മാറ്റിയത് കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചും പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മോഡലുകൾ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മോഡൽ തന്നെയായിരുന്നത്. പെറ്റൽസ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ, നല്ല അടിപൊളി ഫ്ലവർ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേ സാധനം തന്നെ ഞാൻ ചെയ്യുകയും ചെയ്ത്. കസ്റ്റമറുടെ ഇഷ്ടവുമാണ്, പിന്നെ നമ്മുടെ ഇഷ്ടവും. അങ്ങനെ അടിപൊളിയാക്കി ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ 2 സംഗതികൾക്കും മെറ്റീരിയൽ നമ്മൾ വിചാരിച്ച മെറ്റീരിയൽ നമുക്ക് കിട്ടിയില്ല. എന്നാലും അതിനേക്കാൾ ബെറ്റർ എന്ന രീതിയിൽ തന്നെ നമ്മളിത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ, പെറ്റൽസിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഷോർട്സിൽ ഉണ്ടാവും കേട്ടോ.
അടുത്തത് നമ്മുടെ ഗിവ് അവേ ഡ്രസ്സ് തന്നെ. ഇത് ഞാൻ പറഞ്ഞല്ലോ സഫൂനായിരുന്നു, അച്ചുട്ടിൻ്റെ ഫ്രണ്ടിനായിരുന്നു ഗിവ് അവേ കിട്ടിയത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ചെയ്ത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവളിട്ട ഫോട്ടോയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റതിൽ നിന്ന് നോക്കുമ്പോൾ മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ 10 രൂപ മീറ്ററിന് അധികം ഈ മെറ്റീരിയലിനാണ് വന്നത്. പിന്നെ ഷോളും അതേമാതിരി ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ.